എല്ലാ വിദ്യാർത്ഥികൾക്കും മാത്സ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് കണക്കുകളാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ടേം ഉണ്ട്, രണ്ട് പദങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഇക്വേഷൻസ് രണ്ട് മൂന്ന് രീതിയിൽ നമ്മൾ ചെയ്തു. അതിന്റെ കുറച്ച് പ്രോബ്ലംസ് കൂടിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും, അതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും, അതിന്റെ ഇക്വേഷൻസ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് എക്സാമ്പിൾ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ x1 x2 x3 x4 അങ്ങനെ പോയി x എന്നൊരു അവസാനം. ഇപ്പോൾ x1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ആദ്യ പദമാണ്, ഫസ്റ്റ് ടേം. x2 x3 x4 ഇങ്ങനെ പോയി എവിടെ വന്ന് അവസാനിക്കും? xn എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ പദമാണ്, ലാസ്റ്റ് ടേം. അപ്പോൾ x1 ൽ തുടങ്ങി xn ൽ അവസാനിക്കുന്ന ഒരു സമാന്തര ശ്രേണി, ഒരു അരിത്തമാറ്റിക് സീക്വൻസ്. ഓക്കെ, അപ്പൊ അതില ഈ സമാന്തര ശ്രേണിയിൽ ഈ x1 ന്റെ x2 ന്റെ x3 ന്റെ xn ന്റെ ഒക്കെ സ്ഥാനത്ത് ഓരോ ടേംസ്, ഓരോ സംഖ്യകൾ, ആ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, പരീക്ഷയ്ക്ക് തരുമ്പോൾ അങ്ങനെയുള്ള ഓരോ നമ്പേഴ്സ് ആയിരിക്കും തരുന്നത്. ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ടുള്ളതുകൊണ്ട് നമ്മൾ x1 x2 x3 അങ്ങനെ xn വരെ നമ്മൾ എടുക്കുന്നു. അപ്പൊ നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ടൈംസ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ആണ് നാം നോക്കി, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അവസാന പദം, മലയാളം മീഡിയക്കാർക്ക് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണം അവസാന പദത്തിൽ നിന്നും എന്ത് കുറയ്ക്കുക? ആദ്യ പദം കുറയ്ക്കുക. അതിനെ എന്തുകൊണ്ട് ഭാഗിക്കുക? ആ അരിത്തമാറ്റിക് സീക്വൻസിന്റെ പൊതുവ്യത്യാസം കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. പ്ലസ് ഈ കിട്ടുന്ന ആൻസറിലൂടെ അവസാനം എത്ര കൂട്ടുക? 1 ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികളിൽ പദങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ടേംസ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ, നമ്പർ ഓഫ് ടേം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ലാസ്റ്റ് ടേമിൽ നിന്നും എന്ത് കുറയ്ക്കുക പിള്ളേരെ? ഫസ്റ്റ് ടൈം കുറയ്ക്കുക, എന്നിട്ട് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിലൂടെ എത്രയും കൂടെ കൂട്ടുക? 1 കൂട്ടുക. പല പിള്ളേരും ഇത് ഇത്രയും ചെയ്യും, ഈ 1 കൂട്ടാൻ പലപ്പോഴും എന്ത് ചെയ്യും? മറന്നു. ഒരിക്കലും അത് മറക്കരുത്. ഒന്നും കൂടെ കൂട്ടുമ്പോഴേ നമുക്ക് ആ സീക്വൻസിൽ, ആ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ടെന്ന് പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മലയാള മീഡിയത്തിന്റെ കാര്യം പറഞ്ഞു, അവസാന പദത്തിൽ നിന്നും ആദ്യ പദത്തെ, അവസാന പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ചിട്ട് അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ കിട്ടുന്ന ആൻസറിലൂടെ എത്ര കൂട്ടുക? 1 ആഡ് ചെയ്യാം. ഇങ്ങനെ ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും വേണ്ടിയാണ് രണ്ടായിട്ട് ചെയ്തത്. ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. അതാണ് ഈ സൈഡിൽ ബോക്സിനകത്ത് ഒരു ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ എന്താണ്? പദങ്ങളുടെ എണ്ണം. ഓക്കെ, n എന്ന് പറയുന്നത് എന്താണ്? ആ നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, എല്ലാവർക്കും അറിയാലോ n എന്താണെന്ന്. ഓക്കെ, അടുത്തത് xn. ഇവിടെ ലാസ്റ്റ് ടേം കണ്ടോ? x1 x2 അങ്ങനെ xn വരെ അവസാനിക്കുന്ന സീക്വൻസ് ആയിട്ട് ലാസ്റ്റ് ടേമിൽ അവസാന പദത്തിനാണ് എന്ത് കൊടുക്കുക? xn മൈനസ് ഫസ്റ്റ് ടേമിൽ അല്ലെങ്കിൽ ആദ്യ പദത്തിൽ എന്ത് കൊടുക്കുക? x1. ഈ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം ഈ രണ്ടെണ്ണം ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും എഴുതി തന്നിരിക്കുന്നതിന്റെ കോമൺ ആയിട്ടുള്ളതാണ് റൈറ്റ് സൈഡിലോട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. n is equal to xn minus x1. ഈ അവസാന പദം മൈനസ് ആദ്യ പദം അല്ലെങ്കിൽ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ എന്താണ്? അതിനെ എന്തുകൊണ്ട് ഭാഗിക്കുന്നു? d എന്ന് പറയുന്നത് അറിയാലോ, കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം പ്ലസ് ആ കിട്ടുന്ന ആൻസറിനോട് എത്ര കൂട്ടുക? 1 കൂട്ടുക. ഓക്കെ, അതിന്റെ അൾജിബ്ര രീതി നമ്മൾ ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുവെങ്കിൽ n is equal to xn minus x1 by divided by d plus 1. ഓക്കെ, ഇതാണ് നമ്പർ ഓഫ് ടേം അരിത്തമാറ്റിക് സീക്വൻസിന്റെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് n is equal to എന്താണ്? xn minus x1 divided by d plus 1. ഇതും പഠിച്ചു വെക്കാം, ഇതും ഇതാണ് എളുപ്പം. ഓക്കെ, മലയാളം മീഡിയത്തിലായാലും ഇംഗ്ലീഷ് മീഡിയത്തിലായാലും ഒറ്റ ഇക്വേഷൻ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. xn എന്ന് പറയുന്ന അവസാനത്തെ ടേം ആണ്, x1 എന്ന് പറയുന്ന ആദ്യ പദമാണ്, ഫസ്റ്റ് ടേം ആണ്, d കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് മൂന്ന് എക്സാമ്പിൾ എന്ത് ചെയ്യാം? ചെയ്തു നോക്കാം. അപ്പോൾ ആ ഇക്വേഷനായിട്ട് കൂടുതലും എങ്ങനെയാണ് xn x1 ഒക്കെ എടുക്കുന്നത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്തത് നമ്പർ ഓഫ് ടേംസുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോബ്ലം. ഇത് ചെറിയൊരു ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഓക്കെ, പദങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം. ഓക്കെ, ഫൈൻഡ് നമ്പർ ഓഫ് ടേം ഓഫ് ദി ഫോളോയിങ് അരിത്തമാറ്റിക് സീക്വൻസ്. ഇവിടെയുള്ള അരിത്തമാറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കും. ഇപ്പോൾ ഒരു സമാന്തര ശ്രേണി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു അരിത്തമാറ്റിക് സീക്വൻസ് 6 12 18 24 എന്നിങ്ങനെ പോകുന്ന ഒരു അരിത്തമാറ്റിക് സീക്വൻസ്. അതങ്ങനെ 6 12 18 24 ഇങ്ങനെ പോയി
എവിടെ വന്ന് അവസാനിക്കും? ആ 324 വന്ന് എന്ത് ചെയ്യും? അവസാനിക്കും. ഓക്കെ, 324 വന്ന് അവസാനിക്കും. ഈ അരിത്തമാല സീക്വൻസിൽ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഈ ഇങ്ങനെ ഒന്നാമത്തെ പദം, രണ്ടാമത്തെ പദം, മൂന്നാമത്തെ, നാലാമത്തെ 324 വരെ എഴുതുമ്പോൾ എത്ര പദങ്ങൾ, എത്ര നമ്പർ ഉണ്ട്, എത്ര ടേംസ് ഉണ്ട് എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ അരിത്തമാല സീക്വൻസിൽ എത്ര പദങ്ങൾ, നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യാറുള്ളത് ആ തന്നിരിക്കുന്ന അരിത്തമാല സീക്വൻസിന്റെ ആദ്യ ടേം അത് x1 അല്ലെങ്കിൽ f കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ആദ്യ ടേം എത്രയാണ്? 6. എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ടേം 6 ആണ്. ലാസ്റ്റ് ടേം അത് എനിക്ക് അറിയത്തില്ല എത്രാമത്തെ ആണ് എന്നുള്ളത്, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, എത്ര? xn എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ പദമാണ്. ഓക്കെ, ഏറ്റവും അവസാനത്തെ പദം നിങ്ങൾക്ക് എത്രയാണ്? 324. ഓക്കെ, ഇതിന്റെ പൊതുവ്യത്യാസം, ഓക്കെ, പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് സ്മോൾ ലെറ്റർ d റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ ലെറ്റർ d ആണ്. അറിയാലോ എത്ര വീതമാണ് കൂടി കൂടി എഴുതിയിരിക്കുന്നത്? 6 കൂടെ 6 കൂട്ടിയാൽ 12, 12 6 കൂട്ടിയാൽ 18, 18 കൂടെ 6 കൂടി 26 ആണ് ഇവിടുത്തെ എന്ന് പറയുന്നത് പൊതുവ്യത്യാസം അല്ലെങ്കിൽ ആ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 6. ഓക്കെ, ഇപ്പൊ 6 ആണ് ഇവിടുത്തെ പൊതുവ്യത്യാസം. ഓക്കെ, ഫസ്റ്റ് ടൈം ഞാൻ എവിടെ എഴുതി? ലാസ്റ്റ് ടൈം ഞാൻ എഴുതി. പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് ടേം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. n is equal to നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം xn minus x1 divided by d plus 1. ഓക്കെ, ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് എത്രയാണ്? 1. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്, കുറച്ച് മുമ്പ് എഴുതിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. നമുക്ക് താഴെ നമുക്ക് ഓരോന്ന് എടുത്ത് എഴുതാം. നമ്മൾ കുറച്ചും ഓരോ ഡേറ്റയും നമ്മൾ കുറച്ച് മുകളിലായിട്ട് എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് എല്ലാവർക്കും എത്രയാണ്? 324. 324 മൈനസ് ഫസ്റ്റ് ടൈം നമ്മൾ എഴുതിയിട്ടുണ്ട് എത്രയാണ്? 6. 326 മൈനസ് 6 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്? 6. ഓക്കെ, കോമൺ ഡിഫറൻസ് 6 പ്ലസ് എത്ര? 1. ഓക്കെ, സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ ലാസ്റ്റ് ടൈം നമ്മൾ 326 മൈനസ് ഫസ്റ്റ് ടൈം ആദ്യ പദം എത്രയാണ്? 6. ലാസ്റ്റ് ടൈം 324, ഫസ്റ്റ് ടൈം 6 ഹോൾ ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്? 6 അല്ലേ? അപ്പൊ 6 പ്ലസ് 1 ഇടാനായിട്ട് മറക്കരുത്, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോ. ഓക്കെ, is equal to 324 നിന്നും 6 കുറച്ച് എല്ലാവർക്കും അറിയാലോ എത്ര? 318 by 6 plus 1. ഓക്കെ, ഈ 318നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 53 ആണ്. 53 പ്ലസ് 1 എത്ര? 54 പദങ്ങളുണ്ട്. ഓക്കെ, ഈ അരിത്തമാല സീക്വൻസിലെ ഈ സമാന്തര ശ്രേണിയിലെ 54 പദങ്ങളുണ്ട്. ഒന്നാമത്തെ, രണ്ടാമത്തെ, 54ാമത്തെ പദം എന്ന് ചോദിച്ചാൽ 54ാമത്തെ പദം എത്രയാണ്? 324 ആണ്. 54ാമത് കൊണ്ട് നിർത്തിയേക്കുന്ന പദം അതിലാണ് അവസാനിക്കുന്നത്. 326 നമ്പറിൽ അവസാനിക്കുന്ന 326 എത്രാമത്തെ പദം, എത്രാമത്തെ ടേം എന്ന് ചോദിച്ചാൽ 56ാമത്തെ പദം. ഓക്കെ, ഈ സീക്വൻസിൽ എത്ര പദങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ടേംസ് എത്ര നമ്മൾ കണ്ടുപിടിച്ചു? 54 പദങ്ങളുണ്ട്. 54 ആണ്. 54ാമത്തെ പദം ചോദിച്ചാൽ അത് ഏറ്റവും അവസാനം എഴുതിയേക്കുന്നതാണ് 54ാമത്തെ പദം, 54th ടേം എന്നാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്തൊരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. How many 3-digit numbers are there which leave remainder 3 on division by 7? അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? റിമൈൻഡർ എത്ര വരണം? റിമൈൻഡർ 3 വരുന്ന എത്ര 3-digit നമ്പർ ഉണ്ട്? ഓക്കെ, അതായത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന എത്ര 3 അക്ക സംഖ്യ ഉണ്ട് എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആദ്യം വായിച്ച് മനസ്സിലാക്കുക. അതായത് നമുക്ക് എത്ര 3 അക്ക സംഖ്യ അല്ലെങ്കിൽ എത്ര 3-digit നമ്പർ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അത് എങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്? 7 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ 7 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ ശിഷ്ടം എത്ര വരണം പിള്ളേരെ? ആ ശിഷ്ടം 3 വരുന്ന എത്ര 3-digit നമ്പർ ഉണ്ടെന്ന് നോക്കുക. അപ്പൊ 3-digit നമ്പർ നമുക്ക് അറിയാം. 3-digit നമ്പർ എടുക്കുമ്പോൾ ആദ്യത്തെ 3-digit നമ്പർ എല്ലാവർക്കും അറിയാം. ആദ്യത്തെ 3-digit നമ്പർ 100 ആണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. 99 കഴിഞ്ഞാൽ അടുത്ത ഏത് നമ്പർ ആണ്? 100. 100 ആണ് ആദ്യത്തെ 3-digit നമ്പർ. ഏറ്റവും അവസാന 3-digit നമ്പർ എന്ന് പറഞ്ഞാൽ 999 ആണ്. 999. ഓക്കെ, ഓക്കെ, അപ്പൊ ഇതാണ് 3-digit നമ്പർ തുടങ്ങുന്നത് 100ലാണ്. 3-digit നമ്പർ 3 അക്ക സംഖ്യ അവസാനിക്കുന്നത് 999ലാണ്. അപ്പൊ ഇതിന്റെ അകത്ത് വരുന്ന സംഖ്യകളുടെ സീക്വൻസ് ആണ് നമുക്ക് എഴുതാനുള്ളത്. ആ സമാന്തര ശ്രേണി അത് നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ക്വസ്റ്റ്യനിൽ അരിത്തമാല സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തന്നിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ സമാന്തര ശ്രേണി തന്നിട്ടില്ല. പക്ഷെ സമാന്തര ശ്രേണി തരാത്ത പക്ഷം അവർ ഇൻഫർമേഷൻ നമുക്ക് മുമ്പ് വെച്ചിട്ടുണ്ട്. ആ ഡേറ്റ എന്ന് പറയുന്നത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരണം? ആ ശിഷ്ടം റിമൈൻഡർ 3 വരുന്ന എത്ര 3-digit നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 3-digit ആണ് 3. ഓക്കെ,
നമുക്ക് 100നെ 7 കൊണ്ട് ഡിവൈഡ് നോക്കുമ്പോൾ ശിഷ്ടം എത്രയാണ് നമുക്ക് നോക്കാം. നമുക്ക് ശിഷ്ടം 3 വരുന്ന മാത്രമേ എടുക്കാൻ പറ്റൂ. നമുക്ക് ആദ്യത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആദ്യത്തെ ടേം ഇപ്പൊ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വേണം? റിമൈൻഡർ എത്ര? 3 വരണം. 3 വരുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ 100നെ 7 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കുമോ? 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാലോ 7 എത്ര 3 30 4 7 എത്രയാണ് 28. അപ്പൊ ആൻസർ എത്ര വന്നു? ആൻസർ 2. റിമൈൻഡർ എത്ര വന്നു? 2. അപ്പൊ റിമൈൻഡർ 2 ആണ് വന്നത്. 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 100നെ 7 കൊണ്ട് ഡിവിഷൻ ചെയ്തപ്പോൾ ഭാഗിച്ചപ്പോൾ എനിക്ക് എത്ര കിട്ടി? റിമൈൻഡർ 2 കിട്ടി. പക്ഷെ എനിക്ക് റിമൈൻഡർ എത്ര വേണമായിരുന്നു? എനിക്ക് റിമൈൻഡർ 3 വേണമായിരുന്നു. അപ്പൊ പിന്നെ 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം 2 കിട്ടും. അപ്പം തൊട്ടടുത്ത നമ്പർ ആയ 101നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടും പിള്ളേരെ? നമുക്കറിയാലോ, അടുത്ത റിമൈൻഡർ 3 കിട്ടൂലേ പിള്ളേരെ? 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടി. നമുക്ക് റിമൈൻഡർ എത്ര വേണം? 3 ആണ് വേണ്ടത്. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന റിമൈൻഡർ 3 വരുന്ന എത്ര 3 ഡിജിറ്റ് നമ്പർ ആണെന്നാണ് ചോദിച്ചത്. ഓക്കേ, അപ്പോൾ ഇവിടെ 2 ആണ്. 2 നമുക്ക് വേണ്ട. അപ്പോൾ 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണെങ്കിൽ 101നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും? അത് 3 ആയിരിക്കും. ഓക്കേ, 101നെ നമുക്ക് ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും നിങ്ങൾക്ക് ഒന്ന് പറയാൻ വേണ്ടി ഞാൻ ചെയ്യണം. 101നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഒരേ 7 റിമൈൻഡർ 10 7 3 31 4 7 28. അവിടെ റിമൈൻഡർ എത്രയാണ്? 3. അത് ചെയ്യേണ്ട പോലും ആവശ്യമില്ല. നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ചെയ്തു നോക്കിയത് ആണെന്നേ ഉള്ളൂ. ഓക്കേ, അപ്പൊ 101നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ശിഷ്ടം എത്ര കിട്ടും പിള്ളേരെ? 3 കിട്ടും നമുക്ക്. അപ്പൊ ആദ്യത്തെ നമ്പർ ആരാണ്? 101 ആണ് ആദ്യത്തെ നമ്പർ. ആ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 101 ആണ്. ഓക്കേ, അപ്പൊ 101 ആണ് ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ. അപ്പൊ 101നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ശിഷ്ടം എത്ര കിട്ടും? 3 കിട്ടും. ഓക്കേ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് സൈഡിലേക്ക് എന്ത് ചെയ്തേക്കുന്നത്? ചെയ്തേക്കുന്നത്. ഓക്കേ, അപ്പോഴാ നമുക്കിനി അടുത്ത ടേം നോക്കാം. ഇനിയിപ്പോ അടുത്ത ടൈം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ എത്ര കൂട്ടി എഴുതിയാൽ മതി. ഇനിയുള്ള ഫസ്റ്റ് ടൈം കിട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടൈം എല്ലാം കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്, ഏത് കൊണ്ടാണോ ഭാഗിക്കുന്നത്, ആ നമ്പർ കൂട്ടി കൂട്ടി എഴുതുക. അപ്പൊ 7 കൊണ്ട് കൂട്ടി അടുത്ത 108. ഇനി 7 കൂട്ടി എത്ര? 115. അടുത്ത 7 കൂട്ടി എത്ര? 122. ഇങ്ങനെ പോകും. നമ്മൾ ഇങ്ങനെ പോയാൽ മാത്രം പോരാ, അവസാനത്തെ നമ്പറും കൂടെ കണ്ടുപിടിക്കണം. നമ്മൾ ഇക്വേഷൻ കുറച്ച് പഠിച്ചല്ലോ, പദങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേം എത്ര നമ്പർ ആണെന്നല്ലേ അവർ ചോദിച്ചേക്കുന്നത്. അതിനാൽ നമുക്ക് ആദ്യത്തെ ടൈം കോമൺ ഡിഫറൻസ് മാത്രമല്ല വേണ്ടത്, നമുക്ക് എന്തും വേണം പിള്ളേരെ? ലാസ്റ്റ് ടൈമും വേണം. അവസാന പദം കൂടി നമുക്ക് വേണ്ടേ? അവസാന പദം നമ്മൾ കണ്ടുപിടിക്കണം. അവസാന പദം കണ്ടുപിടിക്കപ്പെടാം. ഇതിൽ അവസാന പദം എന്ന് പറയുമ്പോൾ എല്ലാം ഇത് തന്നെ ആയിരിക്കണം, 3 ഡിജിറ്റ് തന്നെ ആയിരിക്കും. അവസാനം പറയുമ്പോൾ 999. അതാണ് 3 ഡിജിറ്റ്. നമ്മൾ 999നെ നമുക്ക് ഒന്ന് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ശിഷ്ടം എത്ര കിട്ടുമോ നമുക്ക് നോക്കാമല്ലോ. നമുക്ക് ശിഷ്ടം 3 ആണ് വരേണ്ടത്. അപ്പൊ 7 7 ബാക്കി 29. വീണ്ടും 4 7 28. അവിടെ 1 19 2 7 എത്ര? 14. റിമൈൻഡർ എത്ര കിട്ടി? 5. ഇവിടെ റിമൈൻഡർ എനിക്ക് എത്ര കിട്ടി? 5 കിട്ടി. അപ്പോഴാ നമുക്ക് 999നെ 7 കൊണ്ട് ഭാഗിച്ചപ്പോൾ റിമൈൻഡർ 5 കിട്ടി. അപ്പൊ നമുക്ക് വേണ്ടത് റിമൈൻഡർ എത്രയായിരുന്നു വേണ്ടത്? നമുക്ക് റിമൈൻഡർ 3 ആയിരുന്നു വേണ്ടത്. അപ്പൊ റിമൈൻഡർ 3 ആണോന്ന് വെച്ചാൽ ഈ 5 എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ എത്ര കുറയ്ക്കണം? എത്ര കുറയ്ക്കണം? ഈ 999നെ 7 ഡിവൈഡ് ചെയ്തപ്പോൾ 5 കിട്ടി. നമുക്ക് റിമൈൻഡർ 3 ആണെങ്കിൽ അവിടെ എത്രയും കൂടെ പോകണമെങ്കിൽ 2 കൂടെ കുറച്ചാൽ മതി. ഇപ്പൊ 999 2 കുറയ്ക്കുമ്പോൾ 997. ഓക്കെ, 997. അപ്പൊ ഇനി നമുക്ക് വേണം ടെസ്റ്റ് ചെയ്ത് നോക്കാം. 997നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. എത്ര? 1 7 എത്ര? 2 29 4 28 17 2 7 14. അപ്പൊ റിമൈൻഡർ എത്ര കിട്ടി? 3. ഓക്കെ, ഏറ്റവും അവസാനത്തെ ടേം എത്രയാണ്? 997. ഇനി എല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ആദ്യത്തെ ടേം കണ്ടുപിടിക്കുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും. എത്ര? 100 ആണ് ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ. ഏറ്റവും അവസാനത്തെ 3 ഡിജിറ്റ് നമ്പർ 999 ആണ്. അപ്പൊ 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? റിമൈൻഡർ 2 കിട്ടും. നമുക്ക് റിമൈൻഡർ 3 ആണ് വേണ്ടത്. അപ്പൊ 100 കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പർ 101 ആണ്. 101നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും? 3 കിട്ടും. 101 ആണ് ഈ സമാന്തര ശ്രേണിയിലെ ആദ്യ പദം. ഓക്കെ, വീണ്ടും 7 ഇതങ്ങനെ കൂട്ടി കൂട്ടി പോകുമ്പോൾ 108 115 122 അങ്ങനെ അങ്ങ് പോകും.
നമുക്ക് ഇങ്ങനെ എല്ലാം കൂടെ എഴുതി പോകാൻ പറ്റത്തില്ല. നമുക്ക് അവസാനത്തെ പദം കൂടെ വേണ്ടേ. അവസാന പദം കണ്ടുപിടിക്കാൻ അവസാനം 999 999 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ റിമൈൻഡർ എത്ര കിട്ടും നമുക്ക് ആദ്യം നോക്കാം. ഓക്കേ, അപ്പോൾ 999 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5 കിട്ടി. പക്ഷേ റിമൈൻഡർ എനിക്ക് 5 അല്ല വേണ്ടത്, നമുക്ക് എത്ര വേണമായിരുന്നു 3. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ 5നെ 3 ആക്കാൻ വേണ്ടി 2 കുറയ്ക്കണം. 2 എവിടെ കുറയ്ക്കണം, ഇവിടെയാണ് കുറയ്ക്കണം. അപ്പോൾ 997 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയേ കിട്ടത്തുള്ളൂ, 3 തന്നെയാണ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഓക്കേ, അതിനാണ് അവസാന ടൈം കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ ഡൗട്ട് ഉണ്ട്, ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ 100ന്റെ അടുത്തായി ബന്ധപ്പെട്ട ഏത് നമ്പറൊക്കെ എടുത്തോളൂ, 100 101 102 അതിലൊക്കെ എടുത്ത് ഡിവൈഡ് ചെയ്ത് നോക്കുക. റിമൈൻഡർ 2 ആദ്യം എപ്പോൾ കിട്ടും അതായിരിക്കും ആദ്യം. അല്ലെങ്കിൽ അവസാന ടൈം കണ്ടുപിടിക്കാൻ 999 998 997 996 എന്നൊക്കെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അവർ പറഞ്ഞ റിമൈൻഡർ കിട്ടോ ഇല്ലയോ നോക്കിയാൽ മതി. ഓക്കെ, ബുദ്ധിമുട്ടായിട്ടുള്ളവർ ഇങ്ങനെ ഏതെങ്കിലും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് റൈറ്റ് സൈഡിലുള്ള റൈറ്റ് സൈഡിൽ ഞാൻ ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ സിസ്റ്റം തന്നെ ഫോളോ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ടേം നമുക്ക് എല്ലാവരും പറയാം എത്രയാണ്, 101. ലാസ്റ്റ് ടേം ഓക്കെ, ലാസ്റ്റ് ടേം എത്രയാണ്, 997. പിന്നെ കോമൺ ഡിഫറൻസ് അറിയാലോ, ഏത് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, 7 തന്നെയായിരിക്കും കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരത്തെ അതേ ഇക്വേഷൻ നമ്പർ ഓഫ് ടേം. ഓക്കെ, ഹൗ മെനി ടേംസ് എന്നല്ലേ ചോദിച്ചത്, നമ്പർ ഓഫ് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ xn - x1 divided by d plus എത്ര 1, xn - x1 divided by d plus 1 n is equal to xn 997 minus x1 101 whole divided by d എത്രയാണ് 7 plus എത്ര 1. ഓക്കേ, ഡൗട്ട് ഉണ്ടോ, സിമ്പിൾ അല്ലേ. xn ന്റെ സ്ഥാനത്ത് ലാസ്റ്റ് ടേം എത്രയാണ് 997, x1 ന്റെ സ്ഥാനത്ത് ഫസ്റ്റ് ടേം എത്രയാണ് 101 divided by d എത്രയാണ് 70 plus 1. ഓക്കേ, 997 101 കുറയ്ക്കുക, 101 കുറയ്ക്കുമ്പോൾ നമുക്ക് 896 ആണ് കിട്ടുന്നത്. 896 ഡിവൈഡ് ബൈ 7 പ്ലസ് 1. ഓക്കെ, കുറയ്ക്കാനൊക്കെ എല്ലാവരും പറയാറ്. ഓക്കെ, നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 128 പ്ലസ് 1 129. ഓക്കെ, 129. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാ 129 ടേം. ഹൗ മെനി ടേം, നമ്പർ ഓഫ് ടേം 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന മൂന്നക്ക സംഖ്യകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര ഉള്ളതായി 129 സംഖ്യകളുണ്ട്. ഓക്കെ, അതായത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്നത്. ഓക്കെ, എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. എത്ര എണ്ണം വരുമ്പോൾ 129 നമ്പർ വരും. ഓക്കെ, 129 പദങ്ങൾ വരും. ഓക്കെ, തെറ്റുകൾ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഗൂഗിളിൽ ചെയ്ത് നോക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ് നമ്പർ ഓഫ് ടേമുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഈ റൈറ്റ് സൈഡിലുള്ള ഡേറ്റ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആദ്യത്തെ പദം അവസാന പദം എടുത്തത് ആ സീക്വൻസ് നമ്മൾ എഴുതി, ഫസ്റ്റ് ടൈം എഴുതി, ലാസ്റ്റ് ടൈം എഴുതി, കോമൺ ഡിഫറൻസ് എഴുതി, നമ്പർ ഓഫ് ടേം ഇക്വേഷൻ എഴുതി, ഓരോന്നെടുത്ത് ഇട്ടു, അപ്ലൈ ചെയ്തു, നമുക്ക് എന്ത് കിട്ടി, ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ 120 നമ്പർ ഓഫ് ടേം 129 ടേം എന്ന് വെച്ചാൽ എത്രയാണ് 129 ടേം ഏതാണ് ചോദിച്ചിരിക്കുന്നത് 997 ആണ്. ഇവിടെ നമുക്ക് എത്ര പദങ്ങൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര പദങ്ങളുണ്ട്, 129 പദങ്ങളുണ്ട്. അപ്പൊ ആദ്യത്തെ പദം കണ്ടുപിടിക്കുന്നു, രണ്ടാമത്തെ പദം കണ്ടുപിടിക്കുന്നതും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. ആദ്യത്തെ പദവും രണ്ടാമത്തെ പദവും കണ്ടുപിടിക്കുന്നത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരണം, 3 വരണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ 3D നമ്പർ 100 ആണ്. 100നെ 7 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം എനിക്ക് എത്ര കിട്ടിയുള്ളൂ, 2 കിട്ടിയുള്ളൂ. അപ്പൊ ഞാൻ തൊട്ട് അടുത്ത നമ്പർ എടുത്തു 101. 101നെ 7 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 3. അപ്പൊ ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ 101 എഴുതിയത്. പിന്നെ അതിനോട് 7 കൂട്ടി 108 എഴുതി. പിന്നെ 7 കൂട്ടി 110 120 അങ്ങനെ പോവാ. ഞാൻ അവസാന ടൈം വേണം. അവസാന ടൈം എന്ന് പറഞ്ഞാൽ 999 ആണ് അവസാനത്തെ 3D നമ്പർ. ഞാൻ അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് 5 കിട്ടി റിമൈൻഡർ. പക്ഷെ എനിക്ക് 5 അല്ല വേണ്ടത്, എനിക്ക് എത്ര വേണം, റിമൈൻഡർ എനിക്ക് 3 വേണം. അപ്പൊ ഞാൻ 5നെ 3 ആക്കാം. 5നെ 3 ആകാൻ വേണ്ടി എത്ര കുറയ്ക്കണം, 2. ആ 999 997 എന്ന് പറയുന്ന നമ്പറിനെ 7 ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് എനിക്ക് ഇഷ്ടം എത്ര കിട്ടി, 3 കിട്ടി. അപ്പൊ 997 എന്ന് പറയുന്നതാണ് അവസാന ടേം. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര തന്നെ കിട്ടും, 3 തന്നെ കിട്ടും. ബാക്കിയെല്ലാം നേരത്തെ നമ്മൾ ചെയ്ത സെയിം പ്രൊസീജിയർ വഴിയാണ് ചെയ്യാറ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദേർ വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5? അതായത് 5ന്റെ ഗുണിതമാകുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്. ഇപ്പൊ എത്ര ഗുണിതം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അതായത് അതിന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ അടുത്ത
റിമൈൻഡർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, അത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 റിമൈൻഡർ ആവുന്ന 0 ശിഷ്ടം വരുന്ന എത്ര 3 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ മൂന്നക്ക സംഖ്യ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 5 കൊണ്ട് അപ്പൊ മൂന്നക്ക സംഖ്യ നമുക്ക് എത്രയാണ് നമുക്ക് അറിയാം. ആദ്യത്തെ മൂന്നക്ക സംഖ്യ 100 ആണ്. അപ്പൊ 3 ഡിജിറ്റ് നമ്പേഴ്സ് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ നേരത്തെ കണക്ക് വരുന്നത്. അവസാനത്തെ ആവുമ്പോൾ നിങ്ങൾക്ക് അറിയാം 999. ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം 5ന്റെ മൾട്ടിപ്പിൾ ആകുന്ന ആദ്യത്തെ നമ്പർ നിങ്ങൾക്ക് തന്നെ അറിയാം. 5ന്റെ കൂടുതലാവുന്ന ആദ്യത്തെ പീക്ക് നമ്പർ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? 100 അല്ലേ? 100 കൊണ്ട് 5നെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 അല്ലേ? അല്ലെങ്കിൽ 100 കൊണ്ട് 5ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 5ന്റെ ഗുണിതം അല്ലേ പിള്ളേരെ 100 എന്ന് പറയാം. 100 കൊണ്ട് 5നെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. അടുത്ത എത്രയായിരിക്കും? 5ന്റെ ഗുണിതം 100 കഴിഞ്ഞ അടുത്ത 5ന്റെ ഗുണിതം വരുന്ന മൂന്നക്ക സംഖ്യ 3D നമ്പർ എല്ലാവർക്കും അറിയാവുന്നതാണ്. എത്രയാണ്? 105. അടുത്ത എത്രയാണ്? 110. 5 ഇങ്ങനെ കൂട്ടി കൂട്ടി പോകും. അവസാനത്തെ നമ്പർ, അവസാനത്തെ 3 ഡിജിറ്റ് നമ്പർ 999 ആണെന്ന് എല്ലാവർക്കും അറിയാം. അതാണെന്ന് വെച്ചിട്ട് നമ്മൾ 999 എഴുതി വെക്കാൻ പറ്റുമോ? 999 5 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. റിമൈൻഡർ 4 വരും. അല്ലെങ്കിൽ 999 കൊണ്ട് 5 കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 990 അല്ലെങ്കിൽ പിന്നെ നമുക്ക് 998 ഉണ്ട്, അല്ലെങ്കിൽ 997, 996, 995 മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. 999 കഴിഞ്ഞ 1000 കൊണ്ട് ആരെ ഡിവിസ് ചെയ്യാൻ പറ്റും? 1000 കൊണ്ട് 5നെ ഡിവിസിബിൾ ചെയ്യാൻ പറ്റും. പക്ഷെ 1000 എന്തല്ല, ഒരു 3 ഡിജിറ്റ് നമ്പർ അല്ല, ഒരു മൂന്നക്ക സംഖ്യയാണ്. അപ്പൊ മൂന്നക്ക സംഖ്യ 3 ഡിജിറ്റ് വരുന്ന ഒരു നമ്പറും വേണം. അത് ആരോട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റുകയും വേണം, 5 കൊണ്ട് ഭാഗിക്കാം, ശേഷം ഹരിക്കാൻ പറ്റുന്നതും ആവാം. ഓക്കെ, അങ്ങനെയുള്ള സംഖ്യ നോക്കുമ്പോൾ 999 കൊണ്ട് പറ്റത്തില്ല, 5 കൊണ്ട് ഭാഗിക്കാൻ പറ്റത്തില്ല അല്ലെ? 0ത്തിലും 5ലും അവസാനിക്കുന്ന സംഖ്യകൾ മാത്രമേ 5 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂ? ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ശേഷം ഭാഗിക്കാനായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ 998 പറ്റത്തില്ല, 7, 6, പക്ഷെ 5 പറ്റില്ല പിള്ളേരെ. ആ 995 എന്ന് പറയുന്ന 5 കൊണ്ട് ഭാഗിക്കാൻ പറ്റുന്ന എന്ത് നമ്പറാണ്? ആ 3 ഡിജിറ്റ് നമ്പർ. അപ്പൊ അവസാന നമ്പർ 995 ആണ്. 1000 എഴുതരുത്. 1000 എന്താണ്? 4 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ മൂന്നക്ക സംഖ്യ എന്ന് പറയുമ്പോൾ 1000ത്തിന് തൊട്ട് മുമ്പുള്ള 5 കൊണ്ട് ഭാഗിക്കാൻ പറ്റുന്ന നമ്പർ ഏത് തന്നെയാണ്? മൂന്നക്ക സംഖ്യ 995. ഓക്കെ, ഇനി നമുക്ക് സീക്വൻസ് ഈ ക്വസ്റ്റ്യനും അടുത്ത സീക്വൻസ് ഇല്ല, സമാധാനം നമ്മൾ അവർ പറഞ്ഞ ഡേറ്റ വെച്ച് നമ്മൾ എഴുതുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി ഫസ്റ്റ് ഡേ എത്രയാണ്? 100 കൊണ്ടാണ് 5 കൊണ്ട് ആദ്യത്തെ നമ്പർ. ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് 995. കോമൺ ഡിഫറൻസ് നമുക്കറിയാം, 5ന്റെ മൾട്ടിപ്പിൾ ആണ്. 5 ആണ് അവിടെ കൂടി കൂടി വരുന്നത്, 5 ആക്കി പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ എഴുതുന്നു. n is equal to xn minus x1 divided by d plus 1. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫെമിലിയർ ആയിട്ട് നമ്മൾ 2 ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻ ആണ്. is equal to xn ന്റെ സ്ഥാനത്ത് നമ്മൾ 995 minus x1 ന്റെ സ്ഥാനത്ത് എടുക്കുക 100 കൊടുക്കുക, all divided by d യുടെ സ്ഥാനത്ത് 5 plus 1. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 895. ഓക്കെ, 900 100 കുറച്ചാൽ 895 ഭാഗം 5. ഓക്കെ, പ്ലസ് എത്രയാണ്? 1. ഓക്കെ, എല്ലാവർക്കും അറിയാം 895നെ 5 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 179. 895നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 199 പ്ലസ് 1 ആവുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 180 കിട്ടും. 180 നമ്പേഴ്സ് ഉണ്ട്. 5ന്റെ ഗുണിതങ്ങളാവുന്ന എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടെന്ന് പറഞ്ഞാൽ 180 നമ്പേഴ്സ് നമുക്ക് അതിനകത്ത് പറയാനായിട്ട് എന്ത് ചെയ്യും? പറ്റും എന്ന് പറയുന്നത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിനകത്ത് നമ്മൾ ആദ്യം നമ്മൾ ആ സീക്വൻസ് അരിത്തമാറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി എഴുതി, ആദ്യ പദം, ലാസ്റ്റ് പദം, അവസാന പദം എഴുതി, പിന്നെ കോമൺ ഡിഫറൻസ് എഴുതി, ആ ഇക്വേഷൻ എഴുതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 180 ടേംസ് അല്ലെങ്കിൽ 180 പദങ്ങൾ. നമ്പർ ഓഫ് ടേംസ് എത്രയെന്ന് വെച്ചാൽ 5ന്റെ മൾട്ടിപ്പിൾ ആകുന്ന 3 ഡിജിറ്റ് നമ്പർ മൊത്തം എത്ര ഉണ്ട്? 180 എണ്ണമാണ്. ഓക്കെ, ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, അതുമായി ബന്ധപ്പെട്ട് 2-3 ചോദ്യങ്ങളുമാണ്. അടുത്ത വീഡിയോയിൽ അരിത്തമാറ്റിക് സീക്വൻസിന്റെ മറ്റൊരു ഭാഗമായിട്ട് വരും. ഓക്കെ.